പതിക്ക് വലിച്ചു. ശരി, ഓക്കെ, അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. എന്നും ജസ്പേഡിന്റെ കൂടെ ഞാനുണ്ടാവും. ഇത്രയും പറഞ്ഞത്. യെസ്, വളരെ സന്തോഷം. പിന്നെ വേദിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ അല്ലേ? ശിശുഹാബ് ചോദിച്ചാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു മോഡൽ അല്ലെ, ഉള്ളവന്റെ വിളിച്ചില്ലാത്തവരുണ്ട്. എങ്ങനെയുണ്ട് അല്ലെ? ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഈ ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. വേറൊന്നുമല്ല, ഉള്ളവന്റെ മേടിച്ചില്ലാത്തവർ കൊടുക്കുക. കാരണം ദൈവം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് കണ്ണുകൾ തന്നു കാണാൻ, ചെവികൾ തന്നു കേൾക്കാൻ, കൈകൾ തന്നു പ്രവർത്തിക്കാൻ, നടക്കാനുള്ള കാലുകൾ തന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മളിവിടെ നമ്മുടെ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ശിഹാബ് ചോദിച്ചതിലൂടെ നമ്മൾ കണ്ടത്. അതാണ് ക്രൈംബ്രാഞ്ചിലെ കുറ്റങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാം. ഇനി അതല്ല വേണ്ടത്, ഇതിലൂടെ സമൂഹത്തിലേക്ക് ഒരുപാട് വെളിച്ചം വീശാൻ നമ്മുടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്ന മിസ്റ്റർ റാഫി. അതോടൊപ്പം എന്ത് കണ്ടാലും മുഖ്യമന്ത്രി ആയാലും ഏത് പ്രധാനമന്ത്രിയായാലും അത് സദൈവം വിളിച്ചവരുടെ ചങ്കുറ്റം ക്രൈം നന്ദകുമാർ അല്ലെ? മറ്റുള്ളവരെ സമയം ഒന്ന് ചിരിപ്പിക്കാൻ അല്ലെ? നമ്മുടെ ഫിലിം ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ജസ്പേഡ് മറ്റൊരു തലത്തിലേക്ക്. അപ്പൊ ഇന്ന് മറ്റൊരു സന്തോഷം കൂടെ പറയാനുള്ളത്, യെസ്, നമ്മുടെ ഫിലിം സ്റ്റാർ നെസ്ലിന്റെ അമ്മായി എടുത്തിട്ടുണ്ട്. അമ്മായി, യെസ്, ഫിലിം സ്റ്റാർ നെസ്ലിന്റെ അമ്മായിയാണ്. പ്രിയമുള്ളവരെ, ഒരു സെലിബ്രിറ്റിയിലൂടെ അമ്മായിയും സെലിബ്രിറ്റി ആവാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നെസ്ലിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നെസ്ലിന്റെ വാപ്പാട് സ്വന്തം പെങ്ങള് ഇന്ന് നമ്മുടെ മൊയ്തീനിക്കയോടൊപ്പം ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടത്, ഒന്നും സംസാരിക്കില്ല. വാ, അമ്മ കൈകാര്യം ചെയ്തതായിട്ട് തന്നെ ഇതാണ് നല്ലൊരു മനോഹരമായിരിക്കും. താങ്ക് യു മൊയ്തീൻ സാർ. ഓക്കെ, അപ്പൊ ഇന്ന് രീതിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ പ്രൊജക്റ്റിനെ സദൈവം അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ അപ്രൂവലും തന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികളായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പല പ്രതിസന്ധികൾ വരും, അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന വിശ്വാസം, അതിലൂടെ 25,000 പേർക്ക് തൊഴിൽ കൊടുക്കാമെന്നുള്ള വിശ്വാസം, അതിലൂടെ 25,000 റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ സമ്പന്നമാകുന്ന വിശ്വാസം. ആ വിശ്വാസത്തിന് ശക്തി പകരാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ക്രൈം നന്ദകുമാർ സാർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ഇന്ന് കമ്പനിയുടെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ഇന്ന് അഭിമാനമുള്ളവയാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ ശിഹാബ് ചോച്ചൂരും നമ്മളെ ഇനി മുതൽ പ്രൊമോട്ട് ചെയ്യുന്നു പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പൊ ഇനി കളി മാറുകയാണ്. ഇനി ഒന്നേ പറയാനുള്ളൂ, ഈ കളി ഇനി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നത്. ഈ കളിയിൽ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഈ കളിയിൽ ഞങ്ങളുടെ കൂടെ കളിക്കാൻ ആരെങ്കിലും റെഡി? ജയിക്കാനുള്ളൂ. തിരുവള്ളൂര്, അതായത് റാഫി സാറിന്റെ എന്റെ കുറ്റാന്വേഷണ യാത്രകൾ മനോഹരമായ ഒരു പുസ്തകമാണ്, നമ്മൾ വായിക്കുന്നതാണ്. സത്യം പറഞ്ഞാല് നമ്മളിപ്പോ കേട്ടു അല്ലേ, ശിഹാബ് ചോറ്റൂരാണോ പ്രതിയെന്ന് DYSP തിരിച്ച് ഈ റാഫി സാറിനോട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ശുഷ്കാന്തി കാണിച്ചോളൂ. ചെറിയൊരു കാര്യമാണ്. എൻ്റെ വീട്ടില് ഞാനാണല്ലോ ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ സാറ് ജോയിൻ ചെയ്ത ശേഷം ഒരു 13ഓളം ദിവസം ഇവരുടെ ടീമിൻ്റെ കൂടെ ഞാൻ പോകുന്നുണ്ടെങ്കിലും എൻ്റെ വീടും എൻ്റെ പരിസരവും ഞാനുമായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ഒരു 13 ദിവസം ഉണ്ടായിരുന്നു. ഞാനാണോ ഈ ക്രൈം ചെയ്തത്? എന്തുകൊണ്ട് ഷിഹാബിന് ഇത്ര ഇൻട്രസ്റ്റ് ഈ കേസിൽ? എന്തുകൊണ്ട് പോലീസിൻ്റെ ഇടക്കിടക്ക് പോകും? എന്നൊരു ദിവസം വേറൊരു SI സാറുണ്ടായിരുന്നു, ആനന്ദ് സാറ്, നീ എൻ്റെ കയ്യിൻ്റെ അടുത്തുനിന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് എൻ്റെ പുറകെയായിരുന്നു.
ഞാനാണോ ഈ ക്രൈം ചെയ്തത്, എന്തിനാണ്, അങ്ങനെയാണല്ലോ പോലീസ് പ്രത്യേകിച്ചും